കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ നന്ദ എഴുന്നേറ്റ് എന്നിട്ട് പറയണം, അതെ, ഈ വീടിന്റെ ഈ പുതിയ കാർന്നോത്തിയായിട്ട് അല്ലെങ്കിൽ കെയർ ടേക്കറായിട്ട് സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് എന്നെക്കാളും യോഗ്യത എന്തുകൊണ്ടും പിങ്കിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദ പറഞ്ഞു, പിങ്കിക്കാണെങ്കിൽ അത്യാവശ്യം കണക്കുകളും കാര്യങ്ങളൊക്കെ അറിയാം. അത് മാത്രമല്ല, ഇപ്പം അർജുനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമത്തില് പിങ്കി കഴിയുമല്ലേ. അപ്പൊ പിങ്കിക്ക് മനസ്സിനൊരു സമാധാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേനും അധികം ടെൻഷനൊന്നും കാണത്തില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ പിങ്കി. എനിക്കാണെങ്കിൽ പഠിക്കാനും ഉണ്ട്, 100 കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് പിങ്കിക്ക് ആ സ്ഥാനം കൊടുത്തേക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞിട്ട് മഹേശൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ മുറ നോക്കുവാണെങ്കിൽ നന്ദയാണ് ആവേണ്ടത്. കാരണം മൂത്ത മരുമോൾക്കാണ് ആ സ്ഥാനം കിട്ടേണ്ടത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു. ഇനിയിപ്പം നന്ദയ്ക്ക് ഇനിയിപ്പോൾ ആ സ്ഥാനം വേണ്ട, പിങ്കിക്ക് കൊടുക്കണമെന്നാണ് നന്ദയുടെ ആഗ്രഹമെങ്കിൽ നന്ദ അങ്ങനെ തീരുമാനിക്കുവാണെങ്കിൽ എന്ത് വേണം ചെയ്യാം. എനിക്ക് അതിനകത്ത് ഒരു എതിർപ്പില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അത് ശരിയാ, അത് നല്ലൊരു കാര്യമാണല്ലോ. പിങ്കി ആണെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കുക, ഈ അർജുനെ കുറിച്ചുള്ള ഓർമ്മകളിലൊക്കെ മുഴുകിയിരിക്കുമല്ലേ. ആ ഓർമ്മകളൊക്കെ ഇച്ചിരി മാറ്റം കിട്ടണമെങ്കിൽ വേറെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജഡ് ആയി കഴിയുമ്പം ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോക്കോളും. അപ്പൊ ഇതൊരു നല്ല കാര്യമെന്ന് ഗൗതം പറയാണ്. മോഹിനിക്കും എതിരഭിപ്രായമൊന്നുമില്ലായിരുന്നു. മോഹിനി പറഞ്ഞു, പിങ്കിക്കാണെങ്കിൽ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനും അറിയാം, പിങ്കി തന്നെ ഏറ്റെടുക്കട്ടെ എന്ന് പറയാണ്. പക്ഷെ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ലക്ഷ്മി അമ്മ പറഞ്ഞു, അത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ നിൽക്കുമ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം. മോള് ഇങ്ങോട്ട് എഴുന്നേറ്റ് നീ താക്കോലുകൂട്ടം അങ്ങോട്ട് വാങ്ങാൻ പറയണം. അങ്ങനെ പിങ്കിയുടെ കയ്യിലേക്ക് മഹേശ്വരൻ താക്കോലുകൂട്ടം കൈമാറുക. താക്കോലുകൂട്ടം കിട്ടിക്കഴിയുമ്പോൾ പിങ്കിയുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്തയാ, ഇനി ഞാനാണ് ഈ വീടിന്റെ കാർന്നോത്തി, ഞാൻ പറയുന്ന അനുസരിക്കാൻ ഈ വീട്ടിലെ മറ്റുള്ളവര്. അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് പതുക്കെ നന്ദയുടെ അടുത്തേക്ക് ചിന്തിച്ചു, അല്ല, നിന്നെ അടിക്കാനുള്ള വടി നീ തന്നെ എനിക്ക് ഇട്ട് തന്നോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു, അല്ലേ, ഞാനൊന്നും കാണാതെ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് അറിയാലോ. നീ ഇപ്പൊ ഏതെങ്കിലും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര സമയം ഗൗതം സാറിനൊരു സമാധാനം കിട്ടുമല്ലോ. ഗൗതം സാറിന്റെ പുറകെയുള്ള പോക്കം കൂടെ കുറയുമല്ലോ. അത് ഓർത്താ നിനക്ക് നിന്റെ തലയിലേക്ക് ഞാനിത് വെച്ച് കെട്ടി തന്നേന്ന് ഈ സമയം നന്ദ തിരിച്ചൊരു മറുപടി അങ്ങോട്ട് പറയാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു പിങ്കി. പിന്നീട് കാണിക്കുന്ന ഗാഥ രാവിലെ കോളേജിലേക്ക് പോകാനിട്ട് ഇറങ്ങുമായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് മഹേശ്വരൻ വരുന്നത്. മഹേശ്വരൻ വന്നിട്ട് ചോദിച്ചു, അല്ല, നീ സ്വന്തമായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താണോ അതോ ആരെങ്കിലും നിന്നെ കൂടെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചാണോ? എന്താ വെച്ചാ, അല്ല, ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ടെ ഇത്രയും കാലം നീ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല, പക്ഷെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. അച്ഛാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഇതിന്റെ പുറയിൽ ആരാന്ന് എനിക്കറിയാം. ഇപ്പം പുതിയ രക്ഷകയൊക്കെ നിനക്ക് വന്നിരിക്കുവാണല്ലോ, അതുകൊണ്ട് എന്നെ നിനക്ക് പുല്ല് വിലയായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് അച്ഛാന്ന് പറയണം. അച്ഛനറിയാലോ, ഇത്രയും കാലം അച്ഛൻ ആരാന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ചേ ഞാൻ നിന്നിട്ടുള്ളൂ. അന്നൊക്കെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹമായിരുന്നോ ചൂണ്ടിക്കാണിക്കാനായിട്ട്, പേര് പറയാനായിട്ട് പോലും ഒരു അച്ഛനെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്ന എൻ്റെ അവസ്ഥ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയോ, നാട്ടുകാരുടെ മുന്നിൽ, സ്കൂളില്. പക്ഷെ അച്ഛനതൊന്നും അന്നും ഇന്നും കാര്യമായിരുന്നില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, എനിക്ക് പേരിനെങ്കിലും അച്ഛൻ എന്ന് പറയാൻ ഒരാളെ വേണമെന്ന് പറയാം. നിന്റെ ആഗ്രഹം കൊള്ളാം, നിന്നോട് ഇതെല്ലാം പറയാൻ പറഞ്ഞത് അവളായിരിക്കും, ആ നന്ദയല്ലേന്ന് ചോദിക്കണം. അച്ഛൻ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ അധികകാലം വാഴാൻ നീ വിചാരിക്കണ്ട. അല്ല, നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ നീ ഇങ്ങോട്ട് വന്നേ? നിന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ മുറ പോലെ ഉണ്ടായിരുന്നില്ലേ? ഒരു 3 മാസക്കാലം എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല, അതല്ലേ കുഴപ്പമെന്ന് ചോദിക്കുക. അതല്ല അച്ഛാ, ഇപ്പൊ തന്നെയാണെങ്കിലും എൻ്റെ അമ്മേനെ ഇട്ടിട്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നു. എന്തുകൊണ്ടാ? ബാലാജിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനായിട്ടാ. അയാൾ വെറുതെ ഇരിക്കില്ല, അയാൾ എന്തേലും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നിന്നെ വല്ല ഹോസ്റ്റലിൽ നിർത്താന്ന്, പിന്നെ എന്തിനാ ഗാഥ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. അച്ഛാ, ഹോസ്റ്റൽ നിർത്തിയാലും എവിടെ നിർത്തിയാലും അയാൾ അന്വേഷിച്ച് വരുന്നുള്ള കാര്യം അച്ഛനും അറിയാം. എന്നെ ഇല്ലാതാകും, എൻ്റെ അമ്മയ്ക്ക് പിന്നെ ആരും ഇല്ലാതാവും എന്ന് പറയാം. ഓ, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ച. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഇന്ത്യവരത്തിൽ വന്ന് കൂടുതൽ ഷോ എടുക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അതങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ ഞാൻ കെട്ടിപ്പുറത്തി എൻ്റെ ഒരു അന്തസ്സുണ്ട്, അതിൻ്റെ കോട്ടം വരുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ സ്വന്തം ചോരയാണെ പോലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഇത് കേട്ടോണ്ടാ നന്ദ അങ്ങോട്ട് വന്നേ. നന്ദയ്ക്ക് സഹിക്കുവോ? ഗാഥയാണ് ഇപ്പൊ വിതിമ്പി കരയുമെന്നുള്ള രീതിയിലാണ് ഗാഥ നിൽക്കുന്നത്. മഹേശൻ ഇത്രയും പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും നന്ദയുടെ മുന്നിലേക്കാ. നന്ദ ചോദിച്ചു,
അച്ഛൻ എന്താ ഗാഥയോട് പറഞ്ഞ് അവളെ പറഞ്ഞ് അച്ഛനെ പേടിപ്പിക്കണോ അത് ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിക്കും. അല്ലെന്നെന്താ നീ എന്ത് വിചാരിച്ച് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അല്ല അച്ഛൻ എന്താ കാണിച്ചേ, അച്ഛൻ ചെയ്ത പാവത്തിന്റെ കറയാ അറിയാലോ. അതും പോരാഞ്ഞിട്ട് അച്ഛൻ ഇപ്പൊ എല്ലാം ഒളിച്ചു വെച്ചിട്ട് വീണ്ടും ആ പെങ്കുച്ചിനെ പോയി ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിക്കും. ഇതെന്താ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് നീ കൂടുതൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിനക്ക് വേറെ എന്തൊക്കെ ജോലികളുണ്ട്, നീ എന്നിട്ട് ജോലിയും നോക്കിപ്പോ. ഗാഥയുടെ കാര്യത്തില് കൂടുതൽ റെസ്പോൺസിബിലിറ്റി നീ എടുക്കണ്ടെന്ന് പറയാം. അതെങ്ങനെ അച്ഛന് പറയാൻ കഴിയുന്നു? അച്ഛന് നാണമില്ലേ? അച്ഛന് സ്വന്തം ചോരയല്ലേ അത്? എന്നിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ആ പെങ്കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് ആരും ഇതിപ്പം ആരും അല്ലാത്ത എനിക്ക് പോലും അവളോട് ഇത്ര ദയ തോന്നുന്നുണ്ട്. എന്നിട്ട് പോലും സ്വന്തം ചോരയായിട്ട് അതിനോട് ഒരു ദാക്ഷിണ്യം തോന്നാത്ത അച്ഛന് എനിക്ക് പറയാൻ, നിങ്ങളെക്കുറിച്ച് പറയാൻ അറപ്പ് തോന്നുന്നു പറയണം. കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന്. ഈ കുടുംബത്തില് എന്റെ നാറ്റിക്കണം, അത് മാത്രമല്ലേന്ന് ചോദിക്കണം. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ മേലും കീഴും നോക്കൂല, എന്റെ മരുമോളാന്നുള്ള സ്ഥാനമൊക്കെ അങ്ങോട്ട് മറക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്യേ, എന്തേലും ചെയ്യാനായിട്ട്. ഇനി ഒരു കാരണവശാലും ഗാഥയുടെ മുന്നിൽ ഭീഷണിയായിട്ട് എന്നേക്കരുത്. അങ്ങനെ എന്തേലും ഭീഷണിയായിട്ട് എന്നിട്ടുണ്ടോ എന്താ ചെയ്യാൻ പോകുന്ന അറിയാവോ? ആ വാവച്ചന്റെ ആ ഓഡിയോ ക്ലിപ്സില്ലേ, ആ ഓഡിയോ ക്ലിപ്സും ആ വീഡിയോ ക്ലിപ്സും അത് ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരും കാണിക്കും. പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. മഹേശ്വരൻ നേർക്ക് വിരല് ചൂടിക്കൊണ്ടാണ് നന്ദ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മഹേശ്വരൻ കിടുങ്ങിപ്പോയി. ഇത്രയും പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് പോവാണ്. മഹേഷിന് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിപ്പോയി. പിന്നീട് കാണിക്കുന്ന വാവച്ചനും പിങ്കിയും സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ വാവച്ചൻ നേരെ തറവാട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയതും ഗാഥയിൽ ഇവിടെ നിറയ്ക്കുണ്ടല്ലോ. അപ്പൊ പിങ്കി പറഞ്ഞു, അതെ ഇനിയിപ്പോ കണക്കുകളും കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം, കൃത്യമായിട്ടുള്ള കണക്കുകളായിരിക്കണം എന്നൊക്കെ വാവച്ചനോട് പറയണം. വാവച്ചൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് മോൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചോളാം എന്ന് പറയണം. പിന്നെ ആ പ്ലാന്റേഷന്റെ കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ, എത്ര തടി വെട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എത്ര എണ്ണം ഉണ്ട് കേട്ടല്ലോ എന്ന് പറയാം. അത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിക്കാന്ന് പറയുന്നുണ്ട്. ശരി ശരി എന്നാൽ വാവച്ചൻ പൊക്കോളാൻ പറയണം. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മൾ എന്താ, അല്ല ഗാതമോളും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അല്ല അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഗാതമോൾ ആ മിഥുനോട് എങ്ങാണ്ട് പറഞ്ഞെന്ന്. ഇതിനോട് ഇവിടെ ഇപ്പൊ എന്നോട് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാ. അല്ല എന്താ വാവച്ചൻ അറിഞ്ഞേ? അല്ല മോളും ഇവിടുത്തെ മറ്റേ ACP ഗൗതം സാറുമായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ടെന്നോ, മോക്ക് മോളുടെ ഭർത്താവിനോടല്ല താല്പര്യം, ഗൗതം കുഞ്ഞിനോടാ താല്പര്യം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. അല്ല വാവച്ചനോട് ആരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു, മിഥുനോട് പറഞ്ഞിട്ട് മിഥുൻ പറഞ്ഞ ഇവിടുത്തെ ഗാഥ, ഇങ്ങോട്ടൊരു ഗാഥ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ, അവള് പറഞ്ഞ ഏതൊക്കെ അറിഞ്ഞെന്ന് പറയാം. അതാ ഞാൻ ചോദിച്ച മോളോട്. ഇതിപ്പം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മോളോട് പറയാതിരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചതെന്ന് പറയാണ്. ഓഹോ അപ്പൊ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അല്ല അവളോട് ഇത് ആരാ പറഞ്ഞെന്നറിയോ? അവളോട് ഇപ്പൊ ആര് പറയാനാ, നന്ദ അല്ലാതെ മറ്റാര് പറയാനായിട്ടാ? നന്ദമോളായിരിക്കും അവളോട് ഇത് പറഞ്ഞെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായിട്ടാ. അപ്പൊ ഇവിടെ മാത്രമല്ല, ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഈ സമയത്ത് മഹേശ്വരൻ അങ്ങോട്ട് വരുന്നേ. മഹേശ്വരനെ കണ്ട് പിങ്കി അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. കണ്ടോ അമ്മാവ, ഈ പറയുന്ന കേട്ടോ, ഈ വാവച്ചേടം വരെ പറയുന്ന കേട്ടോ, നന്ദയും ഗാഥയും കൂടെ എന്നെ കുറിച്ച് എന്തൊക്കെ വർത്താനാ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത്. നാട്ടുകാരൊക്കെ എന്നെ ആ കണ്ണുകൊണ്ടല്ലേ ഈ കാണുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? ഞാനും ഗൗതവുമായിട്ട് എന്തൊക്കെ അവിഹിത ബന്ധങ്ങളുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയേക്കുക. അങ്ങനെ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നാട്ടി പാട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം നാണക്കേടായിരിക്കും. എനിക്കിനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. മഹേശ്വരൻ പറഞ്ഞ എല്ലാത്തിനും കാരണം അവളുണ്ടല്ലോ, ആ നന്ദയാണ്. അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പൊ കയറുമെന്ന് ഒരുത്തിയുണ്ടല്ലോ ഗാഥ, അവളെ കൊണ്ട് ഇതെല്ലാം പറഞ്ഞു പറയിപ്പിക്കുന്ന നന്ദയാണ്. പിന്നെ അവൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ നന്ദയുടെ പിൻബലത്തോടു കൂടിയായിരിക്കും പറയണേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി പറഞ്ഞു, ഗാഥ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഈ പിങ്കി ആരെന്ന് അവൾക്ക് ശരിക്കും അറിയത്തില്ല. അതേ മോളൊരു കാര്യം ചെയ്യണം, ആ ഗാഥേനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒരു കാര്യം ചെയ്യുക, അവളെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ നോക്കാൻ പറയണം. അതെങ്ങനെ ശരിയാവോ വെച്ചാ, ഗൗതമല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ, അപ്പൊ ഗൗതം വേണ്ടേ അവളെ പറഞ്ഞു വിടാനായിട്ട്? കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യണം നീ പിങ്കിക്ക് അറിയാം. അവളെ ഇറക്കി വിടുവൊന്നും വേണ്ട, അല്ലാതെ അവൾ ഇവിടുന്ന് വാലും ചുരുട്ടി ഓടിക്കോളും. അതിനുള്ള പണി അവൾക്കിട്ട് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പിങ്കി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം. പിന്നീട് മഹേശ്വരനും വാവച്ചനും നോക്കിയിട്ട് ചിരിക്കുക. വാവച്ചൻ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ കളിന്ന് ചോദിക്കണം. സൂപ്പർ ആയിട്ടുണ്ട്, ഇനി പൊക്കോളാൻ പറയണേ. അങ്ങനെ വാവച്ചൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ലക്ഷ്മിയമ്മയോടും കൂടെ 2 കോൾ അടിച്ചിട്ട് പോകാൻ ഓർത്തുണ്ട്. ലക്ഷ്മിയമ്മ പറഞ്ഞു, ലക്ഷ്മിയമ്മ കുറെ നാളായാലും കണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാ വാവച്ചൻ ഇപ്പൊ പണ്ടത്തെ പോലെ ഇങ്ങോട്ടൊന്നും വരവൊന്നും ഇല്ലെന്ന് പറയാം. അത് ലക്ഷ്മിയമ്മ കുറെ തിരക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാ വരാൻ പറ്റാത്തെ. അല്ല ഇവിടെ പുതിയ അതിഥികളൊക്കെ എത്തിയെന്ന് അറിഞ്ഞല്ലോ എന്ന് പറയും. അതെ
നന്ദമ്മളുടെ കൂട്ടുകാരി എന്ന് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട് ലക്ഷ്മിയമ്മേ, പറയുന്നോണ്ടൊന്നും തോന്നലെന്ന് പറയും. എന്താ? അവളെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതെന്ന് പറയും. എന്ത് കാര്യങ്ങളാ കേട്ടെ? അവൾക്ക് ഭ്രാന്താന്നുള്ള കാര്യങ്ങളാണ് നിൽക്കും. അതൊന്നുമല്ല, അതൊക്കെ മേലെയാന്ന് പറയും. അതൊക്കെ മേലെ അതെന്ത് കാര്യോ? അവളുടെ സ്വഭാവം ശരിയല്ലെന്ന്, അവളുടെ അല്ല അവളുടെ അമ്മയുടെ സ്വഭാവം ശരിയല്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. അവളുടെ അമ്മയ്ക്ക് വേറെ പല ബിസിനസ്സുകളും ഉണ്ടെന്ന്, മോൾക്കും അതൊക്കെ ഉണ്ടെന്ന് അറിയാൻ കേട്ടെ. ഏതായാലും വീട്ടിൽ കയറിയിട്ട് ആ വീട്ടിലെ ചെറുക്കന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന അവളുടെ സ്ഥിരം തൊഴില്. കാശുള്ള ചെറുക്കന്മാരെ കറക്കിയെടുക്കും, പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലാതെ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും. അതുകൊണ്ട് ലക്ഷ്മിയമ്മ സൂക്ഷിക്കുന്നല്ല എന്ന് പറയാണ്. എന്റെ ഭഗവാനെ, ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് ഇങ്ങനെയൊന്നും തോന്നില്ലല്ലോ, നല്ലൊരു ഐശ്വര്യമുള്ള കുട്ടിയാണല്ലോ. അതൊക്കെ ലക്ഷ്മിയമ്മയുടെ വെറും തോന്നല് മാത്രമാ, അതൊന്നും അല്ല അവളുടെ കയ്യിലിപ്പോ. ലക്ഷ്മിയമ്മ സൂക്ഷിക്കാൻ നല്ലതാ. കാരണം അരുണും ഗൗതമും അങ്ങനെ ഇവിടെ ആമ്പിള്ളേരൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് വാവച്ചൻ എന്നാ ശരി ഞാനങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ്. ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആകെപ്പാടെ സമനില തെറ്റിയ പോലെ നിൽക്കുവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.